നീ പറയാതെ അവിടെ പോയി? കുടുംബശ്രീയുടെ കാശ് കിട്ടണ്ടായിരുന്നു, കിട്ടിയില്ല. എങ്ങോട്ട് പോവാ? ഇന്നല്ലേ അച്ഛൻ ഡിസ്ചാർജ്, ആശുപത്രി വരുന്ന പോവാ. പോകുന്നൊക്കെ കൊള്ളാം, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടേ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വല്ല ഉദ്ദേശമുണ്ടോ? പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാൻ? ഇങ്ങോട്ട് കൊണ്ടുപോകാനൊന്നോ? ചേട്ടനും ചേച്ചിയൊന്നും ഇല്ലേ? ചേട്ടൻ കുറച്ച് പൈസ രാവിലെ അയച്ചു തന്നിട്ടുണ്ട്. കാശ് അയച്ചു തന്നല്ലോ, അയാൾ രക്ഷപ്പെട്ടതാ. ചേച്ചിയോ? മോനെയും കൂട്ടി രാവിലെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം ചേച്ചി, ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം. അങ്ങോട്ടൊന്നും പറയണ്ട. അവർ കൊണ്ടുപോകാനാണ് വരുന്നെങ്കിൽ അവർ കൊണ്ടുപോട്ടെ. അങ്ങോട്ടൊന്നും അഭിപ്രായം പറയാൻ നിൽക്കണ്ട കേട്ടോ. ഈ കുടുംബ വീടും ഈ പുരയുടെ ഒക്കെ നമ്മുടെ പേരിൽ എഴുതി തന്നില്ല. ഒന്നും ആലോചിക്കാതെ ചേട്ടി ഈ സ്വത്തും കാര്യം പറയുന്നത് നമുക്ക് തന്ന പോലെ അവർക്കും കൊടുത്തിട്ടില്ലയോ? പിന്നെ ഇന്ന് അച്ഛനെ നോക്കുന്ന കാര്യത്തിന് മാത്രം എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്നേ? അച്ഛനെ അവർ കൂടെ വേണ്ടി നോക്കി, പിന്നെ ചേട്ടൻ കൊണ്ടുപോകാൻ തയ്യാറായി. പക്ഷേ അച്ഛൻ്റെ മനസ്സ് ഇവിടെ നിൽക്കണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ എനിക്കതിനെതിരെ നിൽക്കാൻ പറ്റത്തില്ല. അച്ഛന്റെ പാവം മാത്രം ചിന്തിക്കാതെ എന്റെ പാവം കൂടെ ഒന്ന് ചിന്തിക്ക്. അച്ഛൻ ഇനി ആരോഗ്യത്തോടെയാണ് ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നത്. വിരലൊക്കെ മുറിച്ചിട്ട് നീ വന്നു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. എനിക്ക് ബുദ്ധിമുട്ടാ. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ജോലിയുണ്ട് ഈ വീട്ടില്. എന്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്ക്. ഇത് തന്നെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ നോക്കും. പിന്നെ നമ്മുടെ വഴി നിൽക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കും. ബെസ്റ്റ്. ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ കയ്യില്. ഒരു ഹോം നേഴ്സിന് വെച്ച് മാസം തോറും എത്ര കൊടുക്കണം എന്ന് അറിയാമോ? ഒരു ബേക്കറി കൊണ്ട് നിങ്ങൾ എത്ര രൂപ കൊടുക്കും? നമ്മുടെ കാര്യം തന്നെ തട്ടിമുട്ടിയാ കഴിഞ്ഞു പോകുന്നത്. എനിക്കറിയത്തില്ല എന്ത് ഉദ്ദേശിച്ചുണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന്. എന്തായാലും ഞാൻ അവിടെ വരെ ചെല്ലട്ടെ, എന്തോന്ന് വെച്ചാൽ തീരുമാനിക്കും. പോകുന്നതൊക്കെ കൊള്ളാം. ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തീരുമാനം മാത്രം എടുത്തേക്കരുത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് അങ്ങനെ തീർന്നു പോയി ഈശ്വര. മോളെ മക്കളൊക്കെ എന്തിയാ മോളെ? ട്യൂഷൻ അയക്കുക. ഡിസ്ചാർജ് നേരത്തെ ആയിടി. ഫാർമസിയിൽ നിന്ന് മരുന്ന് കിട്ടാനാ ലേറ്റായത്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് വരായിരുന്നു. ഒന്ന് കിടക്കച്ച. ഇല്ല മോനെ, ഞാൻ ഇവിടെ ഇരിക്കുക മോനെ. ഇത്രയും ദിവസം ആശുപത്രിയിലല്ലായിരുന്നു, ഇവിടെ ഇരിക്കാം. അച്ഛാ, ഇപ്പൊ കഴിക്കാൻ ഗുളിക വല്ലതും ഉണ്ടോ? ഇല്ല മോനെ, ഇനി രാത്രിയിലേ ഉള്ളു. എന്തുദ്ദേശം? എന്തുദ്ദേശം? നിങ്ങൾ എന്താ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയത്? ഈ അച്ഛനെ ഇങ്ങോട്ടുണ്ടാവില്ല, എങ്ങോട്ട് കൊണ്ടുപോകാൻ? എങ്ങോട്ടാ കൊണ്ടുവരേണ്ടെന്നോ? വേറെ ഉണ്ടല്ലോ രണ്ടുപേര്, അവരെങ്ങോട്ട് കൊണ്ടുപോകണം. ചേട്ടൻ വന്നില്ലേ ഹോസ്പിറ്റലിലോട്ട്? ചേട്ടന് നിന്ന് തിരക്കായിരുന്നു. ചേട്ടൻ തിരക്കുണ്ടല്ലേ? ചേച്ചിയോ? ചേച്ചി മോനും കൂടെ വന്നല്ലേ ബില്ല് സെറ്റിൽ ചെയ്തേ. ബില്ല് സെറ്റിൽ ചെയ്താൽ പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞല്ലോ. നിങ്ങളും കുറച്ച് കാശ് കൊടുത്തിട്ടെങ്കിൽ പോരാഞ്ഞെന്താ? അച്ഛനെ കൊണ്ട് കളയാൻ പറ്റും? കളയാൻ ഞാൻ പറഞ്ഞില്ല. അവർക്ക് നോക്കാനുള്ള അവകാശം അധികാരം ഒക്കെ ഉണ്ട്. അച്ഛൻ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാ. ഇത് അച്ഛന്റെ വീടല്ലേ, പിന്നെ അവരോടല്ലേ അച്ഛൻ തന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നിട്ട് ഈ 4 വിരൽ മുറിച്ച് വന്നിരിക്കുന്ന ഈ മനുഷ്യൻ നിങ്ങൾ ചോറ് വാരി കൊടുക്കുവോ? ബാക്കിയുള്ള കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കുമെന്നാ? എന്നെ കൊണ്ട് പറ്റത്തില്ലേ? ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. സമാധാനിക്ക്. തൽക്കാലം അച്ഛനോട് നിൽക്കട്ടെ, നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ തീരുമാനിക്കാം. എന്തോ ആണെങ്കിൽ നോക്കി 2 ദിവസം കൂടെ ഞാൻ ക്ഷമിക്കും. അതിനിടയ്ക്ക് ഒരു തീരുമാനം എടുത്തോണം. അല്ലെങ്കിൽ ഞാൻ എന്റെ കൊച്ചിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവേ. പിന്നെ അച്ഛനും മോനോട് അങ്ങ് പുറത്തോണം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, ചൂടായിട്ട്? വേണ്ട, ഒന്നും വേണ്ട. നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയില്ലയോ? എന്തു വെച്ചാ അങ്ങനൊക്കെ പറയുന്നേ? അല്ല, അല്ലെങ്കിലും അതങ്ങനെടാ. വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ. ഇതാ പറയുന്നത്, പ്രായമായ ഭാര്യമാർ മരിച്ച ഭർത്താക്കന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. രോഗിയായാൽ പിന്നെ പറയുകയും വേണ്ട. അച്ഛനിപ്പോൾ ആവശ്യമില്ലാതൊന്നും ചിന്തിക്കണം. വാ, വന്ന് കിടക്ക. അച്ഛൻ എഴുന്നേറ്റ് വാ. ഇറങ്ങിപ്പോയിക്കോ.
ഞാൻ വിചാരിച്ച് നീ ഇങ്ങോട്ടൊന്നും വരത്തില്ല, നേരെ മൂത്തമ്മൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. ഞാൻ എങ്ങനെയാടാ അങ്ങോട്ട് പോകുന്നത്? ഉം. അവൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണല്ലേ ഇത് വെച്ചിട്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഉം. പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എടാ അവർ നിന്നെ നോക്കത്തില്ല. ഓ, നോക്കുന്നതിൻ്റെ അല്ലടാ, നമ്മൾ പ്രായമായി അസുഖങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഒരു ബാധ്യതയാണ്. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ. അവളുള്ളപ്പോൾ ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ലായിരുന്നു. അവിടെ പോയപ്പോഴാ എല്ലാം മനസ്സിലാവും. ഇതൊക്കെ തന്നെയാ എൻ്റെ അവസ്ഥ. നിനക്ക് സുഖമാണോ? ഓ, പരമാനന്ദ സുഖമില്ലേ. അവർ വെച്ച് തരുന്നത് വന്ന് കഴിക്കുക. നമ്മളെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അകത്ത് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം പുറത്ത് ഇറങ്ങിച്ചിരി ഇരുന്നതാ. നിനക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? സുഖം എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലും എല്ലാ അസുഖങ്ങളും ഉണ്ട്. പിന്നെ മാനസികമായിട്ട് അവരുടെയൊക്കെ ഈ ഓരോ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി കൂടെ അസുഖമാകും. എന്തോ ചെയ്യാൻ. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, എൻ്റെ ഈ 4 വിരൽ മുറിച്ച സ്ഥാനത്ത് എൻ്റെ കഴുത്തങ്ങ് മുറിച്ചായിരുന്നെങ്കിലും ആലോചിക്കും. എത്രയും പെട്ടെന്ന് അവളുടെ കൂടെ അങ്ങ് പോകാറുണ്ട്. അങ്ങനെ പോകാൻ പറ്റും. ഇവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റും. നമ്മുടെയൊക്കെ തലവധി ഇതൊക്കെ തന്നെയാണ്. എൻ്റെ പ്രതിൻ്റെ ഭാര്യ എങ്ങോട്ട് എന്നോട് മിണ്ടിയും പറയുകയൊക്കെ ചെയ്യുമോ? ഓ, അവള് മിണ്ടും. ആ. അവള് പറയാനുള്ളത് വെട്ടി തുറന്ന് പറയും. ഓ, ആ പോങ്ങനാണെങ്കിൽ ഒതുങ്ങി പറയും. രണ്ടും കണക്കാ. മൂത്തവൻ്റെ അടുത്ത് നീ പോകുന്നില്ലേ? അവൻ പാവാടാ. അവൻ ഒരുപാട് വിളിച്ചതാ. അവൻ പൊന്നുപോലെ നോക്കും. ഞാൻ നിർബന്ധിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മളിവിടെ പഠിച്ച മത്തായി നിനക്ക് ഓർമ്മയുണ്ടോ? ആ, മത്തായിയെ കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രി വെച്ച് കണ്ടായിരുന്നു. അവൻ്റെ ഹാർട്ടിന് എന്തോ വയ്യാതൊക്കെ വന്നു. അവൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അവന് സന്തോഷമാണ്. അവനെ സന്തോഷിക്കാമല്ലോ. അവന് മാസം നല്ലൊരു തുക പെൻഷനായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മക്കളും മരുമക്കളും അവൻ്റെ കൂടെ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ. ആ, പണമുള്ളവനെ വിലയുള്ളൂ. പണമില്ലാതെ പിണത്തിന് തുല്യമാണെന്ന് പണ്ട് പറയത്തില്ല. കറക്റ്റ്. ആ, അവിടുത്തെ വർക്കിന് മൊത്തം 6 പേര് മതിയല്ലോ. ആ, 2 നിൽക്കട്ടെ. ഉച്ചയോടുകൂടി ഞാനങ്ങ് എത്താം. ഇല്ല അതും ആ ആ സന്തോഷേ, ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. എന്തുവാടി? ഇങ്ങോട്ട് നോക്ക്, മൂത്രം ഒഴിച്ച് വെച്ചേക്കുന്ന വീടിനകത്ത്. എന്തു വെച്ചാ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? പറ്റിപ്പോയടാ. എന്ത് പറ്റിപ്പോയെന്ന്? അച്ഛൻ മൂത്രം ഒഴിക്കാൻ പോണെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകത്തില്ലേ ബാത്റൂമിൽ? എന്നെ ഒന്ന് വിളിച്ചോടെ, അല്ലെങ്കിൽ അച്ഛന് ഞാൻ കൊണ്ടുപോകത്തില്ലേ? ബാത്റൂമിലോട്ട് വന്നതാ മോനെ, എന്നിട്ട് വിളിച്ചപ്പോൾ കിട്ടിയില്ല. എന്ത് കിട്ടിയില്ലെന്ന്? എന്ത് തന്നെയായാലും ഈ കാണിച്ചു വെച്ചേക്കുന്നത് വളരെ തോന്നിവാസമായിപ്പോയി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നോ എല്ലാം കൂടെ ചേട്ടനും ചേച്ചി കൂടെ നമ്മുടെ തലയെ വെച്ച് കെട്ടി തന്നാന്ന്? പറയല്ലേ മോളെ. എന്ത് പറയലേന്ന്? അവള് പറഞ്ഞു ശരിയല്ലോ. ഇളയവനാ കുടുംബമാണെന്ന് പറഞ്ഞ് മൂത്ത മോനും മോനും കൂടെ അതിന്റെ തലയോട്ട് കെട്ടി വെച്ച് തന്നായിരിക്കും. ഒരാളെ നോക്കി നീ അടുത്തത് ചുമക്കുക. ഒരാളെ നോക്കി തീർന്നു, അപ്പൊ രണ്ടാമത്തത് നമ്മുടെ തലയിൽ തന്നെ. അതെ, ഇന്ന് ഇത് കാണിച്ചു, നാളെ എന്റെ അപ്പുറം കാണിക്കും. അപ്പൊ ഞാൻ വന്ന് പോരണമായിരിക്കും. എനിക്ക് അച്ഛൻ തുടച്ചു തരാം. ആ, നിങ്ങൾ എന്നെ തുടക്കണം, പിന്നെ ഞാൻ തുടയ്ക്കുവോ? പൊന്നു ദൈവങ്ങളെ, എന്നെ ഇങ്ങനെ ഇട്ട് നരയിപ്പിക്കാതെ നിനക്കങ്ങ് വിളിച്ചുകൂടെ? ആ അണ്ണനാ? എന്താ ഒന്നുമില്ല. അച്ഛനെന്തേ? അച്ഛനുണ്ട്. അണ്ണൻ വാ, കയറിയോ. കയറുന്നൊന്നുമില്ല. ഞാൻ അച്ഛനെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകാനോ? ഇതിന് ഞാൻ അച്ഛനോട് എന്തോ കുഴപ്പം? അച്ഛനിവിടെ എന്തോ കുഴപ്പമെന്നോ? അച്ഛൻ ഇവിടെ എന്തോ കുഴപ്പമില്ലാത്തത് അത് പറ. അച്ഛനോട് ഒരു കുഴപ്പമില്ലല്ലോ. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നില്ലയോ? അച്ഛനോട് സുഖമാണോ? അച്ഛൻ നിന്നോട് പറഞ്ഞോ അച്ഛനിവിടെ എന്തോ കുഴപ്പം? അച്ഛനിവിടെ എന്താ കുഴപ്പമില്ലാത്ത? എന്റെ അച്ഛൻ ഇവിടെ കിടന്ന് 2 ദിവസം കൊണ്ട് നരയിക്കാണെന്ന് ഞാൻ അറിഞ്ഞടാ. കേട്ടല്ലോ, നിങ്ങളുടെ പുന്നാര അച്ഛൻ എല്ലാം വിളിച്ചങ്ങ് പറഞ്ഞു കൊടുത്തേക്കുവാ. അനിയത്തിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ഞാൻ അച്ഛനെ കുറ്റം പറയണ്ട. ഇന്നലെ രാത്രിയിൽ ഞാൻ അച്ഛനെ ഫോൺ ചെയ്തിട്ട് അച്ഛൻ ഫോൺ കട്ട് ചെയ്യാൻ മറന്നുപോയി. നിങ്ങൾ ഭാര്യയും ഭർത്തോടെ ഇടം പറയുന്നതിന്റെ അച്ഛനെ പറയുന്നത് മുഴുവൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടടാ. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇറങ്ങി വന്നത്. അണ്ണ എന്താ കേട്ടെന്നാ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് പ്രദീപേ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വന്നു കയറി പെണ്ണ. പക്ഷെ നീ അതേപോലാണോ? അച്ഛൻ കഷ്ടപ്പെട്ട് നിന്നെ വളർത്തി ഇത്ര ആക്കിയില്ലടാ. നിനക്ക് വിദ്യാഭ്യാസം, നിനക്ക് വേണ്ട ജോലി എല്ലാം റെഡിയാക്കി തന്നില്ലേ? അപ്പൊ അങ്ങനൊക്കെ ഒരു വയ്യരായി വന്നപ്പോ നിനക്ക് തിരിഞ്ഞു നോക്കാൻ വയ്യല്ലേ? നീ അങ്ങനെ ബുദ്ധിമുട്ടി നോക്കണ്ട. അയ്യോടിയേ, അത്ര സ്നേഹമായിരുന്നെങ്കിൽ എന്താ ഡിസ്ചാർജ് കഴിഞ്ഞപ്പോ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ? ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നായിരുന്നു തീരുമാനം. നീ അച്ഛനടുത്ത് ചോദിച്ചു നോക്ക്. അപ്പൊ അച്ഛനാ പറഞ്ഞത്, അമ്മ ഇറങ്ങി നീ മണ്ണ് വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ലെന്ന്. അല്ലെങ്കിൽ തന്നെ അച്ഛൻ നിൽക്കേണ്ട വീടല്ലേ ഇത്. എനിക്കേ അച്ഛൻ ഒരിക്കലും ഭാരമാവത്തില്ല. നീ വിളി, അച്ഛനെ ഞാൻ കൊണ്ടുപോക്കോളാം. പിന്നെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ ഒരാൾ എന്റെ വീട്ടിലോട്ട് വന്നേക്കരുത്. അച്ഛാ, ഇവിടെ അച്ഛൻ നിൽക്കുന്നതിന് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നീ ഒരു കാര്യവും പറയത്തില്ല, നീ ഒരു കാര്യം ഇട്ട് ചെയ്യത്തതുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മുടെ ശരീരത്തിനുള്ളിലും ഉണ്ട് ഈ മൂത്രവും മലവും ഒക്കെ. ഇതെല്ലാ സമയത്തും എല്ലാരും പിടിക്കുന്ന പോലെ നിക്കണം എന്നൊന്നുമില്ല. പ്രായ അച്ഛനും അമ്മയും നിനക്കും ഉണ്ടല്ലോ. നാളെ ഇതേ അവസ്ഥ അവർക്കൊന്നാ നീ ഇങ്ങനെ ചെയ്യുവോ? വയ്യത്തില്ലെന്ന് ആർക്കറിയാം. എന്തായാലും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചോ, നിനക്ക് നാളെ വയ്യാതാവുമ്പോ നിന്റെ മോൻ ഇങ്ങനൊന്നും ചെയ്യല്ലേന്ന്. ഉള്ള പാപോലെയുടെ തല പിടിച്ചു വെക്കാതെ. എന്നാ പ്രദീപേ, ഈ അച്ഛനെ നീ കൈവെള്ളിട്ട് പൊന്നുപോലെ നോക്കിയാല് മനഃശേഷം മാത്രമേ ഈ വീട് നിനക്ക് കിട്ടത്തുള്ളായിരുന്നെങ്കിൽ. പഞ്ചത്തിൽ ബിസിനസിന്റെ പേരും പറഞ്ഞ് എഴുതിയെടുത്തല്ല. എടുക്കണ നീ മൂക്കിന് താഴെയുള്ള മീശ പിടിച്ച് കളഞ്ഞിട്ട് അവളുടെ ഇന്നൊരു പൊട്ട് പിടിച്ച് കുത്തറ. ആണുങ്ങൾക്ക് വില കളയാനായിട്ട് നടക്കുന്ന